ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുരളി മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതാണ് മുരളി മന്ദിരം. അപ്പോൾ ഒന്ന് മാഡം വരും, മാഡത്തിൻ്റെ ചെറിയൊരു ബൈറ്റ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് മുരളി മന്ദിരം കണ്ടോ. നമ്മൾ മുരളി മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവരിപ്പോൾ തന്നെ വരും. അപ്പോൾ ഇത് നമ്മുടെ കർണാടക സാറിൻ്റെ സ്മൃതി മണ്ഡപമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പോയി ഒന്ന് തൊഴുതിട്ട് ഇതാണ് കരുണാകരൻ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഡോറിൽ തന്നെ കരുണാകരൻ സാറിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, കെ കരുണാകരൻ. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ മുരളി മന്ദിരം എന്നെഴുതിയിട്ടുണ്ട്. പുതിയൊരു നമ്മുടെ പരിപാടിക്കായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. പിഷാരടിയിലാണ് പോണത്. അപ്പോൾ നമ്മളങ്ങനെ പിഷാരടീസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്, തൃശ്ശൂര്. അപ്പോൾ നമുക്കിവിടെ പോയിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം എന്ന്. അപ്പോൾ മൊത്തം ഇത്രയും കൂട്ടമുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, ഏകദേശം 13, 15 കൂട്ടം കറികളുണ്ട്. ഈ സാധനം ഇത് വേറെ വരും. അപ്പോൾ ഇത്ര സാധനമുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കായ പപ്പടം കപ്പയാണെന്ന് തോന്നുന്നു, ഉണക്കക്കപ്പയാണെന്ന് തോന്നുന്നു. പപ്പടം കിട്ടി, ഒരു രസം. ഇപ്പോൾ ഏകദേശം ഒരു 18-20 കൂട്ടം കറികളും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴം എല്ലാം ഉണ്ട്. 2 കൂട്ടം പായസവും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാനല്ല ഇവിടെ പറഞ്ഞത്, എന്നോട് ചോദിക്കുന്നതിൻ്റെ ഒരു അർത്ഥം. ഇത് എറണാകുളത്ത് വരണം എന്നൊന്നും. അതെ, ഈ റെസ്റ്റോറൻറ്റ് എറണാകുളത്ത് വരണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടി. ആയിക്കോട്ടെ. അങ്ങനെ അവസാനം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പായസം കഴിക്കുകയാണ്. പഴവും പായസവും കിടിലൻ ടേസ്റ്റ്, അടിപൊളി ഗായ്സ്. അപ്പോൾ ഇതാണ് ബില്ല്. ഒരു സദ്യക്ക് 220 രൂപ. Exit the roundabout onto Ikkanda Warrior Road. In 150 meters. അങ്ങനെ സാധനം ആദ്യമായിട്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ വണ്ടി ഓടിച്ചു. ഇപ്പം കരിമ്പ് കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് നമ്മൾ.
കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണ് സാനിക്ക് പറയാനുള്ളത് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ്? ഒറ്റ വലിക്ക ഷുഗർ കെയിൻ ജ്യൂസ് ഓടിക്കാണ്. നമ്മളങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി എറണാകുളം വരെ വണ്ടി ഓടിച്ചു. അതാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് പത്മജ വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മള് വീട്ടിലെത്തി. തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തി. ഇനിയിപ്പോൾ അടുത്തത് പരിപാടിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇനി ഷെഹനാസ് തിയേറ്ററിലാണ് പരിപാടി. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. മെട്രോ സ്റ്റേഷനിലേക്ക് സ്വാഗതം. ഇത് ATM കയറുമ്പോൾ ഈ സാധനം കേൾക്കണേ. ഞാൻ റാപ്പ് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കാർത്തികിന്റെ ഡാൻസ്. ഈ കള്ള കാർത്തി കാരണം ഇപ്പൊ സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ മിക്സായാണ്. ഈ ചങ്ങനായി പറഞ്ഞു 3 എപ്പിസോഡ് കഴിഞ്ഞാൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അവസാനം തിരിഞ്ഞു കയറിയതാണത്. അതുകൊണ്ട് ഇത് കിട്ടി. ജോവാക്കറിന് ഇത് മിസ്സായി ഗായ്സ്. പുള്ളി പക്ഷെ അവിടെ പോയി വേറെ ഫുഡ് അടിക്കും. അല്ല മറ്റേ പ്രസ് മീറ്റിന് അടിക്കും. ആവൂ സൂപ്പർ. അപ്പോൾ നമ്മൾ റോസ്ലിംഗ് കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ജോവാക്കർ നല്ല ഒരു വെബ് സീരീസ് ആണ്. 6 എപ്പിസോഡാണുള്ളത്. വിനീത്, പിന്നെ മീന അതല്ല മീന ആവാറിപ്പോ മീന, പിന്നെ നമ്മുടെ ഹക്കീം ഷാ, പിന്നെ ഒരു കുട്ടിയുടെ പേര് എനിക്കറിയില്ല. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു വെബ് സീരീസാണ്. ഹോട്ട്സ്റ്റാറിലാണ്. ഷെഹനാസിലാണ് എൻ്റെ പ്രിവ്യൂ. എന്തായാലും നമ്മൾ ത്രില്ലടിച്ചെന്ന് കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ത്രില്ലറാണ്. ജിത്തു ജോസഫ് ഷോ റണ്ണറാണ്. കാരണം അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നു. എന്താണ് ഷോ റണ്ണർ? എന്താണ് ഷോ റണ്ണർ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഷോ റൺ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കാർത്തി സാറിനോട് ചോദിക്കാം. കാരണം ഇവരിത് കണ്ട് ഡ്രീമിലാണ്, ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഓക്കെ.